അക്രമിയുടെ കുത്തേറ്റ സംഭവത്തിൽ സെയ്ഫ് അലി ഖാൻ മൊഴി നൽകി. ഇന്നലെ രാത്രിയാണ് ബോളിവുഡ് താരം പോലീസിന് മുന്നിൽ മൊഴി രേഖപ്പെടുത്തിയത്. കസ്റ്റഡി കാലാവധി പൂർത്തിയാകുന്ന പ്രതിയെ ഇന്ന് വീണ്ടും കോടതിയിൽ ഹാജരാക്കും. വിശദാംശങ്ങൾ അർജുൻ പീതാംബരൻ നൽകും. അർജുൻ, ഗുഡ് മോർണിംഗ്. വളരെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു കഴിഞ്ഞ ദിവസം. അതായത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അർജുൻ പീതാംബരൻ കേൾക്കുന്നുണ്ടോ? അതായത് സെയ്ഫ് അലി ഖാൻ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ചികിത്സയ്ക്ക് ശേഷവും വീണ്ടും വളരെ ആരോഗ്യവാനായ 2 ദിവസത്തിനുള്ളിൽ നടന്നത്? ഇതൊരു നാടകമായിരുന്നു തുടങ്ങിയ ചർച്ചകളും ആരോപണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഈ മൊഴി രേഖപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും വലിയ ആരോപണങ്ങൾ നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇന്നലെ രാത്രി അദ്ദേഹം ബാന്ദ്ര വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെത്തി മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമായിട്ടും പോലീസ് ചോദിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ പോലീസിൻ്റെ മുന്നിലുണ്ടായിരുന്ന കാര്യങ്ങൾ, ഒന്ന് വീടിനകത്ത് നടന്ന സംഭവം, അത് പ്രതിയുടെ മൊഴിയുമായി, പ്രതി നൽകിയ ഉത്തരങ്ങളുമായി ചേർന്ന് പോകുന്നുണ്ടോ എന്നുള്ള കാര്യം, ഒപ്പം തന്നെ നിലവിൽ ഇപ്പോൾ നിലനിൽക്കുന്ന അഭ്യൂഹങ്ങളുമായി ബന്ധപ്പെട്ട് സെയ്ഫ് അലി ഖാൻ്റെ പ്രതികരണം, ഇത് രണ്ടിലും മൊഴി രേഖപ്പെടുത്തിയിട്ട് അദ്ദേഹം പോലീസിന് മുന്നിൽ കൃത്യമായിട്ടുള്ള ഉത്തരം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ നിലവിൽ മനസ്സിലാകാൻ വേണ്ടി സാധിക്കുന്നത്. ഇതുവരെയും ഈ കേസിൽ സെയ്ഫ് അലി ഖാൻ്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നില്ല. ആ കാര്യത്തിലടക്കം പോലീസിന് അന്വേഷണം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കാര്യങ്ങൾ അറിയാനുണ്ടായിരുന്നു. അതടക്കം എന്തായാലും ഇതിനോടകം തന്നെ പോലീസിന് മുന്നിൽ വ്യക്തമായിട്ടുണ്ട്. ഇത് ഇന്ന് ഈ പ്രതിയെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ, ഇന്ന് പ്രതിയുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കുകയാണ്. ഇന്ന് പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. ആ സമയത്ത് ഈ കോടതിക്ക് മുൻപാകെ ഈ മൊഴിയടക്കം രേഖപ്പെടുത്തും, അല്ലെങ്കിൽ വെക്കുമെന്നുള്ളതാണ് നിലവിൽ പോലീസിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന സൂചന. വീണ്ടും പോലീസ് ഒരുപക്ഷെ പ്രതിയുടെ കസ്റ്റഡി ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട്. അതിനുശേഷം മുന്നോട്ടുള്ള അന്വേഷണം കൂടി എന്തായാലും പോകുന്നതായിരിക്കും. ഒപ്പം തന്നെ നിലനിൽക്കുന്ന വിവാദങ്ങളിലും രഹസ്യാന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അതായത് ഭരണപക്ഷം അടക്കം ഈ സെയ്ഫ് അലി ഖാൻ കുത്തേറ്റ സംഭവത്തിൽ സംശയം ഉന്നയിച്ച് വന്ന ഒരു സാഹചര്യത്തിൽ ഇതിനോടകം തന്നെ രഹസ്യാന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ നിലവിൽ ഈ സംഭവത്തെ ചുറ്റിപ്പറ്റിയുള്ള പുകമറയ്ക്കെല്ലാം തന്നെ ഒരു ഉത്തരം ലഭിക്കുമെന്നുള്ളതാണ് എല്ലാവരും കരുതുന്നത്.